ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാർ ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഡ്രൈവിങ്ങിലെ ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തൊരു വണ്ടി ഓടിക്കുന്നത്. എന്നാൽ പല ആൾക്കാർക്കും വണ്ടി ആദ്യം പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ഗിയർ ഇടുമ്പോൾ പലപ്പോഴും ഗിയർ ഉദ്ദേശിക്കുന്ന ഗിയറിലേക്ക് വീഴാതെ ഗിയർ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഉദാഹരണം പറയാം, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ചിലപ്പോൾ ന്യൂട്രൽ പോയിന്റിലേക്ക് വന്ന് കിടക്കും. ഇനി അതുപോലെ തന്നെ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്തും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വീഴാം. കാരണം ഈ ഗിയറൊക്കെ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട് പല ആൾക്കാർക്കും പ്രോപ്പറായിട്ട് ഗിയർ ഇടുമ്പോൾ മാറിപ്പോകാറുണ്ട്. ചില ആൾക്കാർക്ക് ഗിയർ ഇടുന്നത്, അത് ഉദാഹരണം പറയാൻ, നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വീണോ എന്നുള്ള സംശയം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സീക്രട്ടുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പോരായ്മകളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇനി നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാധാരണ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ പറയാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും തെറ്റും. കാരണം സെക്കൻഡിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയാണ് തേർഡ് ഗിയറിലേക്ക് പോകേണ്ടത്. അപ്പോൾ പല ആൾക്കാർക്ക് അത് ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തേർഡിലേക്ക് വീഴാൻ ഉള്ള ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നതായിരിക്കും ന്യൂട്രൽ പോയിന്റിൽ വന്ന് ഗിയർ കടന്നിട്ട് വണ്ടി എടുക്കും, വണ്ടി മുന്നോട്ട് മൂവ് ആകില്ല. അതുപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില ആൾക്കാർ ഈ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ അത് മാറിയിട്ട് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കും. കാരണം ഈ രണ്ട് ഗിയർ അടുത്താണ് കിടക്കുന്നത്. അപ്പം ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക. അതായത് ഈ ന്യൂട്രൽ അവസ്ഥയ്ക്ക് മേളിലായിട്ടാണ് ഓരോ ഗിയറും ഉള്ളത്. അതായത് ന്യൂട്രലിൻ്റെ മേളിൽ വരുന്ന 3 ഗിയറുകളുണ്ട്. ഫസ്റ്റ്, അതുപോലെ തന്നെ തേർഡ്, ഫിഫ്ത്ത്. ഇനി ന്യൂട്രലിൻ്റെ തൊട്ട് താഴെ വരുന്നത് സെക്കൻഡ്, അതുപോലെ തന്നെ ഫോർത്ത്, റിവേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഗിയർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഓർക്കേണ്ടത്, ഡ്രൈവിങ്ങിനിടയിൽ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഇത്തരത്തിൽ നിർത്തിയ വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്, ന്യൂട്രൽ പോയിന്റിലേക്ക് ഗിയർ ആക്കുക. ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് വീണ്ടും താഴോട്ട് വലിച്ചു നോക്കുക. അപ്പോൾ ഗിയർ വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടി ഇത് ന്യൂട്രലാണ്. അപ്പോൾ വീണ്ടും ന്യൂട്രൽ വന്നു. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗിയറിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് ന്യൂട്രൽ. അപ്പോൾ ഈ ന്യൂട്രൽ പൊസിഷനെ കുറിച്ച് കൃത്യമായിട്ട് ഓർക്കുകയും ഒപ്പം തന്നെ ഓരോ ഗിയർ ഇടുമ്പോൾ, ഉദാഹരണം പറയാം, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റ്, ന്യൂട്രൽ, സെക്കൻഡ് എന്ന് ഓർക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ നോക്കുക, ന്യൂട്രൽ പോയിന്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ ന്യൂട്രൽ പോയിന്റ് കിടക്കുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, മേളിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വീണല്ലോ. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡിലേക്ക് പ്രോപ്പറായിട്ട് വീഴാനും അതുപോലെ തന്നെ സെക്കൻഡ് ഇടുമ്പോൾ ഇവിടെയാണ് ഫോർത്ത് കിടക്കുന്നത്, ഈ ഫോർത്തിലേക്ക് വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഫസ്റ്റ് ന്യൂട്രൽ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗിയർ ഇടുമ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ന്യൂട്രൽ, അതിനെന്ത് ചെയ്യണം, സെക്കൻഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതായത് കൈ ഇങ്ങനെ പിടിക്കുക, മേളിലേക്ക് ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ നമുക്കത് ന്യൂട്രൽ പോയിന്റിൽ വന്നു. ഈ ന്യൂട്രൽ പോയിന്റിൽ വരുമ്പോൾ ഈ ലിവർ സെൻറ്റർ പോയിന്റിലേക്ക് വരും, ഇങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. നോക്കുക, സെൻറ്റർ പോയിന്റ് വന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് മേളിലേക്ക് തള്ളിയാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ വീഴും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗിയർ തെറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തേർഡ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ന്യൂട്രൽ തൊട്ട് താഴോട്ട് പതുക്കെ ഇട്ടാൽ മതി. കുറച്ചും കൂടെ ശക്തിക്ക് ഇടുന്ന സമയത്താണ് താഴോട്ട് മറ്റൊരു ഗിയറിലേക്ക് വരുന്നത്. അപ്പം തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വലിക്കുക, ന്യൂട്രൽ പോയിന്റ് വന്നു. എന്നിട്ട് സെക്കൻഡ് ഗിയർ എവിടെയാണ് കിടക്കുന്നത്, ഈ ഒരു ഭാഗത്താണ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ പ്രോപ്പറായിട്ട് ഇടാനായിട്ട് കഴിയും. അപ്പോൾ സെക്കൻഡ് ഇടുമ്പോൾ, സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരുന്നു, ഓൾറെഡി ലിവർ സെൻറ്ററിൽ വരും, ഇവിടെ നിന്ന് നേരെ മേളിലേക്ക് പതുക്കെ ഇട്ടാൽ തേർഡ് ഇടാം, സിമ്പിളായിട്ട് ഇടാം. ഇനി ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടുന്ന് തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ പോയിന്റിൽ വരും. ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് പതിയെ ചുമ്മാ താഴോട്ടിട്ടാൽ മതി, ഫോർത്തിലേക്ക് വീഴും. കാരണം ഫോർത്ത് ഗിയർ ഈ നടുക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ നടുക്കത്തെ ഗിയറിലേക്ക് ഇടാനായിട്ട് ജസ്റ്റ് താഴോട്ട് വലിച്ചാൽ ഓൾറെഡി ഗിയർ വീണോളും.
സെക്കൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ഇങ്ങോട്ട് ചേരണം. അപ്പോൾ ഇങ്ങോട്ട് ചേരണമെങ്കിൽ നമ്മൾ ബലം കൊടുക്കണം. ഇനി മറ്റൊരു ഗിയറിലേക്ക് പോകണം, റിവേഴ്സിലേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ട് ചേരണം. അപ്പം തേർഡിൽ നിന്ന് ഫോർത്ത് ഇടാനായിട്ട് ചുമ്മാ സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയർ പ്രോപ്പറായിട്ട് ഇടാം. ഇനി ഫിഫ്ത്ത് ഇടണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ന്യൂട്രൽ പോയിന്റിൽ സെൻറ്റർ വരുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് ഇതേ ഇങ്ങനെ കൈ പിടിച്ച് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫിഫ്ത്ത് ഗിയർ ഇടാം. കണ്ടോ? അപ്പം ഇവിടെ നമ്മൾ ന്യൂട്രൽ വന്നു, റൈറ്റ് ചേർത്തേ പറ്റൂ, എന്നിട്ട് മേളിലേക്ക് ഇട്ടു ഫിഫ്ത്ത് വീണു. ഇനി നമുക്ക് ന്യൂട്രൽ പോയിന്റ് വരുന്നു, റൈറ്റ് ഇങ്ങനെ ചേർത്ത് താഴോട്ടിട്ടാൽ നമുക്ക് റിവേഴ്സ് ഗിയർ വീഴും. അപ്പം ഇനി നിങ്ങൾക്കിത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ന്യൂട്രൽ പോയിന്റ് വന്നു, ലെഫ്റ്റ് സൈഡ് ചേർക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി അടുത്ത ഗിയർ ഇടുമ്പോൾ ഓർക്കേണ്ടത് ഫസ്റ്റ് ന്യൂട്രൽ, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ. ഓക്കെ, ന്യൂട്രൽ വന്നു, അതിനുശേഷം സെക്കൻഡ് ഗിയർ. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം തേർഡ് ഗിയർ. ഓക്കെ, ഇനി തേർഡിൽ നിന്ന് ഫോർത്ത് വരുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം ഫോർത്ത് ഗിയർ. ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, റൈറ്റ് ചേർക്കുക, മേളിലേക്ക് ഇടുക, ഫിഫ്ത്ത് ഗിയർ. ഇനി വീണ്ടും റിവേഴ്സ് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, റൈറ്റ് സൈഡ് ചേർക്കുക, താഴോട്ട് ഇടുക, റിവേഴ്സ് ഗിയർ ഇടുക. അപ്പോൾ ഈ ന്യൂട്രൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിധം എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ചേർക്കുക, മേളിലേക്ക് ഇടുക, ഫസ്റ്റ് ഗിയർ. അതിനുശേഷം സെക്കൻഡ് ഇടുമ്പോൾ ഓർക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് താഴോട്ട് ഇടുക, ആദ്യം ന്യൂട്രൽ വരിക, അതിനുശേഷം സെക്കൻഡ്. അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ന്യൂട്രൽ, സെക്കൻഡ്. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം തേർഡ്. ഇനി തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം ഫോർത്ത്. ഇനി ഡൗൺ ചെയ്യുന്ന സമയത്തോ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോഴോ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം തേർഡ്. ഇനി സെക്കൻഡ് ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം സെക്കൻഡ്. ഇങ്ങനെ നിങ്ങൾ വണ്ടിക്കകത്ത് ഇതുപോലെ കയറി ഇരുന്നിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം. അതായത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഗിയറിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാം. നമുക്ക് ഒരു വാഹനത്തിലെ ഏറ്റവും പവർ അല്ലെങ്കിൽ ടോർക്ക് കൂടിയ ഒരു ഗിയർ ഏതാണ്? അതാണ് ഫസ്റ്റ് ഗിയർ. ആ സെയിം ടോർക്ക് അല്ലെങ്കിൽ ഏകദേശം അതിന് സമാനമായിട്ടുള്ള പവറുള്ള മറ്റൊരു ഗിയറുണ്ട്, അതാണ് റിവേഴ്സ് ഗിയർ. ഈ ഫസ്റ്റും റിവേഴ്സ് ഗിയറും ഏകദേശം ഒരേ ടോർക്കായിരിക്കും, അതായത് അതിന് ഏകദേശം ഒരേ പവർ ശക്തിയായിരിക്കും. നമുക്കൊരു കയറ്റത്ത് ഈസി ആയിട്ട് മുന്നോട്ട് എടുക്കാം, ഒരു കയറ്റത്ത് ഈസി ആയിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടാൽ പിന്നോട്ടും എടുക്കാൻ കഴിയും. എന്നാൽ സെക്കൻഡോ തേർഡോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ നിരപ്പത്ത് മുന്നോട്ട് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരു കയറ്റത്ത് എടുക്കാൻ കഴിയത്തില്ല. കാരണം ആ ഗിയറിനുള്ളത് ഉള്ള ഒരു പവർ കുറവാണ്. ആ ഗിയറിനുള്ളത് സ്പീഡാണ്, പവറല്ല, സ്പീഡാണ് ആ ഗിയറിനുള്ളത്. അപ്പം ആ ഒരു സ്പീഡിൽ നമുക്ക് മറ്റൊരു ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് വണ്ടിയുടെ ടയർ റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകൾ നമ്മൾ പരമാവധി യൂസ് ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 40 കിലോമീറ്റർ വേഗതയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററിനോട് വേഗത എടുത്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയർ ഉപയോഗിക്കാം. അപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ എന്നാണല്ലോ അത്രയും സ്പീഡില്ല, അത്രയും ഒരു സ്പീഡിലല്ലല്ലോ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ മെല്ലെയല്ലേ എടുക്കുന്നത്. ആ ടൈമിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ഫസ്റ്റ് ഗിയറിൽ ഒരു 10 കിലോമീറ്ററേ നമുക്ക് ഒരു വാഹനത്തെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. വണ്ടി എടുത്ത് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം വണ്ടിയുടെ സ്പീഡ് മുന്നോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 കിലോമീറ്റർ വേഗതയായി, ആ സമയത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു 20 കിലോമീറ്റർ എങ്കിലും വേണം ഒരു സെക്കൻഡ് ഗിയറിൽ ഒരു വണ്ടി ഓടി തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ റൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് 20 കിലോമീറ്റർ കിട്ടത്തില്ല, സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തെടുത്തിട്ട് പിന്നെ വണ്ടി മൂവായി ഒരു 20 കിലോമീറ്റർ ആകുമ്പോൾ സെക്കൻഡ് കൊടുക്കും. ഇനി തേർഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിലോ ഒരു 30 കിലോമീറ്റർ എങ്കിലും വേഗത ഉണ്ടെങ്കിൽ തേർഡ് ഗിയർ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ മനസ്സിലാക്കുക. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു 60 കിലോമീറ്റർ വേഗതയിൽ പോവാണ്, പെട്ടെന്ന് മുന്നിലൊരു വണ്ടിയോ അല്ലെങ്കിൽ ഒരാൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ മൃഗം എന്തെങ്കിലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി, അപ്പം നമ്മുടെ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും. നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്യും. സ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്, വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ 50 കിലോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് ഒരു 10 കിലോമീറ്ററിലേക്ക് വരും. അപ്പോൾ സ്പീഡ് തീർത്തും കുറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫോർത്ത് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകില്ല, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയർ മൂവ് ആകില്ല, കാരണം സ്പീഡ് കുറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തേ നമുക്കൊരു വാഹനത്തെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ആ ഗിയറിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ ഗിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ക്രമത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് റോഡ് മുന്നോട്ട് സ്ട്രെയിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗിയർ ഇടാം, പിന്നെ വീണ്ടും കാല് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയാൽ തേർഡ് ഇടാം, പിന്നെ വീണ്ടും കാല് കൊടുത്ത് മൂവ് ആക്കിയാൽ ഫോർത്തും ഫിഫ്ത്തും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മുന്നോട്ടിടാം. അങ്ങനെ മുന്നോട്ടിട്ട് നമ്മൾ പോകുന്ന സമയത്ത് മുന്നിലേക്ക് ആ സ്ട്രെയിറ്റ് മാറി ചെറിയ വളവോ തിരിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫിഫ്ത്തിൽ പോകത്തില്ല. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിഫ്ത്തിൽ ഒരു 60 കിലോമീറ്റർ ആണ് പോകുന്നത്, ഒരു വളവ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും,
വണ്ടിയുടെ വേഗത കുറയും. അപ്പം നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 5th നിന്ന് 4th ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആ വളവിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത വീണ്ടും കുറയും. അപ്പോൾ ഒരു 40 കിലോമീറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ 4th നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, 3rd ഇടും. വീണ്ടും നല്ലൊരു വളവോ അല്ലെങ്കിൽ ഒരു കയറ്റത്തിലേക്കാണ് ചെല്ലുന്നത്, ബ്രേക്ക് ചെയ്തു, വണ്ടിയുടെ വേഗത കുറഞ്ഞു, അപ്പോൾ ഒരു 30 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ആണെങ്കിൽ 2nd വരുന്നു അല്ലെങ്കിൽ 3rd വരുന്നു. ഇനി സ്പീഡ് തീർത്തും കുറയുമ്പോൾ 1st ഗിയറിലേക്ക് വരും. ഇതാണ് കൃത്യമായിട്ടും ഒരു ഗിയറിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഉപയോഗിക്കേണ്ട മെത്തേഡ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.